മൂന്നാം സ്ഥാനക്കാരായ കോൺഗ്രസ് ഭരണം പിടിക്കുമെന്നൊരു തലത്തിലേക്ക് വരികയാണ് ഒരു കോർപ്പറേഷനിൽ. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ ഇന്നെല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിധി അറിയാൻ വേണ്ടിയാണ്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് ദിവസവും ഞങ്ങൾ മീഡിയ ഗ്രാമം വാർത്ത ചെയ്യാറുണ്ട്, എല്ലായിടത്തെയും തെരഞ്ഞെടുപ്പുകൾ. അതിനിടയിൽ ഞങ്ങൾക്ക് വരുന്ന ഫോൺ വിളികളിലും നേരിൽ കാണുമ്പോഴുമെല്ലാം ഞങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും, എന്താകും എന്നുള്ളതായിരുന്നു. ശബരിനാഥിന്റെ വരവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാരമായ ഐക്യവും എല്ലാം കൊണ്ട് കോൺഗ്രസ് നല്ല മുന്നേറ്റമുണ്ടാക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നിരന്തരമുള്ള ഈ തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ചോദ്യവും സംശയങ്ങളും കൊണ്ട് ഞങ്ങളും അവിടത്തേക്ക് പോയി. 3 ദിവസം ആ നഗരത്തിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി. സത്യമെന്തെന്നറിയാൻ എല്ലാതരം ജനങ്ങളെയും കണ്ടു. അമ്പലവും പള്ളികളും നിൽക്കുന്ന ഇടങ്ങളിൽ പോയും മാർക്കറ്റും ബസ് സ്റ്റാൻഡും അതുപോലെ തീരദേശവും ഉൾപ്രദേശവും എല്ലാം പോയി കണ്ടു. ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിരിക്കുന്നു: തിരുവനന്തപുരത്തെ ജനങ്ങൾ വലിയ മാറ്റം ആഗ്രഹിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയുമല്ല തുടങ്ങിയത്, വർഷങ്ങൾക്ക് മുൻപേ ആഗ്രഹിച്ചു. പക്ഷെ ഒറ്റ ഭയമുണ്ടായിരുന്നു: BJPയുടെ വളർച്ച. അത് CPM തടുത്തു നിർത്തുമെന്നൊരു പ്രതീക്ഷയിൽ തിരുവനന്തപുരത്തെ BJP ഇതര ആളുകൾ എല്ലാം CPMനെ പിന്തുണച്ചു. ഇത്തവണ അതെല്ലാം പോയിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ പന്തയം വെച്ച് വേണമെങ്കിലും പറയാം, തിരുവനന്തപുരം നഗരത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് CPMലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ചെറിയതല്ല. ഞങ്ങൾ വ്യക്തമായ സർവേ തന്നെ നടത്തുകയുണ്ടായി. കഴക്കൂട്ടം, കോവളം, തിരുവനന്തപുരം എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 25 മുതൽ 30 വരെ വരുന്ന കോർപ്പറേഷൻ വാർഡുകളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണ്. അവർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു കഴിഞ്ഞു, CPM അല്ല കോൺഗ്രസ് ആണ് ഇവരുടെ ഭരിക്കേണ്ടത് എന്നുള്ള കാര്യം. അതിനുള്ള കാരണം വളരെ ലളിതമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ഈ രാജ്യത്തെ BJPയെയും സംഘപരിവാറിനെയും മോദി ഭരണത്തിലെ ക്രൂരതയും എതിർക്കാൻ ഒറ്റ പാർട്ടിയെ ഈ രാജ്യത്തുള്ളൂ, അത് കോൺഗ്രസ് എന്നുറപ്പായുള്ളത് കൊണ്ട് ലോകസഭയിലേക്ക് കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുന്നു. 20-ൽ 19 സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ച് വിടുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. എന്നാൽ കേരളത്തിൻ്റെ ചില കാര്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി അവരെ വിജയിപ്പിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് താല്പര്യം കൂടുതലായിരുന്നു. എന്നാൽ ഇന്നത്തെ കേരളത്തിൽ LDF ഇല്ല, ആ പണ്ടത്തെ LDF, ആ പണ്ടത്തെ CPMഉം ഇല്ല. മലപ്പുറത്തെ പുലഭ്യം പറയുന്ന CPMഉം പിണറായി വിജയനും, BJPയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം വരെ കലക്കിയ CPM, കേന്ദ്ര BJPയുടെ സഹായത്തിൽ നിലനിൽക്കുന്ന ജീവിച്ചു പോകുന്ന പിണറായി വിജയനും കുടുംബവും, അങ്ങനെ ഒരാളെ തിരുവനന്തപുരത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇനി വേണ്ട എന്നുള്ളതാണ് അവർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം അപ്പുറത്ത് ജീവിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായ കേരളത്തിൽ നിലനിൽക്കുന്ന അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും കൊണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം 5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഹങ്കാരിയായ മേയറിന്റെ നേതൃത്വത്തിലുള്ള ഭരണവും എല്ലാം മതിയായിരിക്കുന്നു എന്നാണ് ഞങ്ങളോട് നേരിട്ട് തിരുവനന്തപുരത്തെ വോട്ടർമാർ പറഞ്ഞിരിക്കുന്നത്. കടലോരവും മാർക്കറ്റും സാധാരണക്കാരുടെ പ്രദേശവും ഒപ്പം മുഴുവൻ ന്യൂനപക്ഷ പ്രദേശങ്ങളും CPMനെയും പിണറായി സർക്കാരിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എഴുതി വച്ചോളൂ, അതാണ് ഇനി കാണാൻ പോകുന്നത്. അതിലുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് 30ഓളം സീറ്റുകൾ കോൺഗ്രസിന് അപ്രതീക്ഷിതമായി ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ജയിച്ചിട്ടുള്ള 10-ൽ 1-2 സീറ്റ് നഷ്ടപ്പെട്ടാലും ബാക്കിയുള്ളതും പുതുതായി കിട്ടാൻ പോകുന്ന സീറ്റുകളും ചേർന്നാൽ ഒരു 35 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുമെന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. ഇതിൽ കൂടുതലും CPMന്റെ സീറ്റുകളായിരിക്കും കോൺഗ്രസ് പിടിച്ചെടുക്കുക. CPM കോട്ടയായ നേമം സഹകരണ ബാങ്കിലെ അഴിമതി എന്ന് പറയുന്നത് 100 കോടി രൂപയുടേതാണ്. അത് ഒന്നു മതി പലരും CPMൽ തോറ്റു തൊപ്പിയിടാൻ എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ CPM ഭരണവിരുദ്ധ വികാരത്തിലും വിമത ശല്യത്തിലും കോർപ്പറേഷനിലെ ഭരണത്തിനെതിരെയും തകർന്നു നിൽക്കുമ്പോൾ BJP ആകട്ടെ ആത്മഹത്യയുടെ നടുവിലാണ്. കൗൺസിലറായിരുന്ന ആളും കൗൺസിലർ ആകാൻ കാത്തിരുന്ന ഒരാളും അടക്കം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശബരിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതീക്ഷ വെച്ചിരിക്കുന്ന തലസ്ഥാന നഗരത്തെയാണ് നമ്മൾ കണ്ടത്. മതന്യൂനപക്ഷങ്ങളും സാധാരണക്കാരും കോൺഗ്രസിനെ അധികാരത്തിലേറ്റുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണാൻ പോകുന്നത്.
ആകെ 101 സീറ്റുകളുള്ള കോർപ്പറേഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. എങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനും ഒരുപക്ഷെ കോർപ്പറേഷൻ ഭരിക്കാനുമുള്ള സാധ്യത തള്ളിക്കളയാൻ ആർക്കുമാകില്ല എന്നുള്ള സ്ഥിതിയാണ് വളരെ വ്യക്തമായി കാണാനാകുന്നത്.